ഹലോ ഗൈസ്, അങ്ങനെ അവന്മാർക്കെല്ലാം പയ്യും പറഞ്ഞ അകത്തോട്ട് കയറിയപ്പോൾ നോക്കാൻ ലഗേജിന്റെ അവിടെ രക്ഷയില്ലാത്ത ക്യൂ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് വെയിറ്റിംഗിന്റെ അവിടെ വന്നപ്പോൾ നോക്കാൻ രക്ഷയില്ലാത്ത ദാഹം മാറ്റാൻ ഈ കുപ്പിന്ന് വെള്ളം മേടിച്ചിന് വെറും 80 രൂപ. കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ സമയം. പ്രതീക്ഷിക്കാതെ വിൻഡോ സീറ്റ് കിട്ടിയ സന്തോഷമാണ് എന്റെ മുഖം. അതും ഒന്നല്ല 2 വിൻഡോ. ഈ ഫ്ലൈറ്റ് കൊച്ചി ടു ഷാർജ ആണ്. അവിടുന്ന് നേരെ ഇനി ഷാർജ ടു മദീന. അങ്ങനെ കൊച്ചിയിൽ നമ്മൾ വിടുകയാണ്. കൊച്ചിന്ന് ഫ്ലൈറ്റ് വിട്ടപാടെ ഞാൻ കടന്നു ഉറങ്ങി. നീണ്ട ഉറക്കത്തിന് ശേഷം കണ്ണുറ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഫുഡ് ഇരിക്കുന്നു. വെളുപ്പിന് 5:15 ബിരിയാണി കൊണ്ട് തന്നിരിക്കുന്നത്. പിന്നെ ഉറക്കത്തിന്റെ ഫ്ലോ അങ്ങ് പോയതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ. ബിരിയാണിയാണെങ്കിൽ ഒന്നും പറയാനില്ല. ആഫ്റ്റർ ഫുഡ് അഗൈൻ ബാക്ക് ടു ഉറക്കത്തിന്റെ ഇടക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ നോക്കാതെ വെട്ടം അടിച്ചു. സൂര്യാണ്ണൻ ഡ്യൂട്ടി തുടങ്ങി. ആ വിൻഡോയുടെ സൂര്യൻ ഉദിച്ചു വരുന്ന വ്യൂ ആണ് ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. സൺകിസ്ഡ് ആണ് ഈ കാണുന്നത്. വെട്ടം അടിച്ചിട്ട് കണ്ണു ഉറക്കാൻ പോലും പോയി. അങ്ങനെ നമ്മൾ ഷാർജ, അങ്ങനെ കൊച്ചി ടു ഷാർജ കംപ്ലീറ്റ് ആയി. അടുത്ത പരിപാടി ഷാർജ ടു മദീന. ഷാർജ ടു മദീന പിന്നെ 1.5 മണിക്കൂറത്തെ പോസ്റ്റ് ചെയ്തു. അടുത്ത ഫ്ലൈറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോഴാണ് ആ പണി. 7:45 വിടുന്നത് 1 മണിക്കൂർ ലേറ്റ് ആക്കാൻ. വിൻഡോ സീറ്റ് കിട്ടാൻ അതിന്റെ ചെറിയൊരു വിഷമവും മൊത്തം. ഫ്ലൈറ്റ് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പ് തുടങ്ങിയോണ്ട് നമ്മൾ നേരെ ഒരു ക്രോസ് ഒരു ചായ മേടിച്ചു. 2.5 മണിക്കൂറത്തെ ഫ്ലൈറ്റിന് ശേഷം അങ്ങനെ മദീന ലഗേജ് എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഓടിയതാണ്. ലഗേജ് വരാൻ 1 പോസ്റ്റ്. നാട്ടിൽ നിന്നുകൊണ്ടുന്ന ബേക്കറി ഐറ്റംസിന്റെ പെട്ടിയാണ് 1 പോസ്റ്റ്. അത് കിട്ടാതെ പുറത്തോട്ട് ഇറങ്ങത്തില്ല. അതെല്ലാം കിട്ടി നമുക്കുള്ള വണ്ടിയിൽ നേരെ റൂമിലോട്ട് വെക്കൊണ്ടിരിക്കും. റൂമിലേക്ക് തിരിച്ചപ്പോൾ നൽകി. അങ്ങനെ സേഫ്ലി റീച്ചിട്ട് മദീന. അപ്പോൾ ഓക്കെ ബൈ.